ആ തലതെറിച്ചോമെന്ന് മൊഴി കൊടുത്തു. അറിഞ്ഞു. ഏരശനി തീർന്നില്ലെന്ന് തോന്നുന്നു. ആ ജഡ്ജി ആണെങ്കിൽ ഹരിചന്ദ്രനേക്കാ കഷ്ടമാ. സാരമില്ല, എവിടെ ഒരു ലൂപ്പ് ഹോള് കാണുമല്ലോ. അയാൾക്കൊരു മോളുണ്ട്, ഊമയാ. സംസാരിക്കുമായിരുന്നു, ഇപ്പൊ അതില്ല. പക്ഷെ ചെവി കേൾക്കാം. കൊട്ടുകുഴി കാര്യം എന്തെന്ന് പറ. അതല്ലേ പറഞ്ഞു വരുന്നത്. നമ്മുടെ ദിനേശൻ ആ പെണ്ണിനെ കെട്ടുന്നു. അതിന് അവൻ സമ്മതിക്കൂ? അഥവാ അവൻ സമ്മതിച്ചാൽ തന്നെ ജഡ്ജി സമ്മതിക്കൂ? അതൊക്കെ വേണ്ട പോലെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഈ കൊച്ചു കേരളം മാത്രമല്ല, സകല സംസ്ഥാനങ്ങളെ ഉൾക്കൊള്ളുന്ന കേന്ദ്രം വരെ ഭരിക്കാനുള്ള ബുദ്ധി ഈ തലയ്ക്കകത്തുണ്ട്. And so to conclude the report, Commission has come to the point that the charges leveled against Mr. Ongallur Sadashivan അകത്തേക്ക് വരാമായിരിക്കുമല്ലോ അല്ലേ? വെളിച്ചത്തിരുന്ന് പറയേണ്ട ഒരു കാര്യമാണ്. നാളത്തെ ദിവസമാണെങ്കിൽ നല്ല കാര്യങ്ങൾ പറയാനൊട്ട് പറ്റിയതുമല്ല. കണ്ടോ, ശുഭലക്ഷണമാ. ഇത്ര ചേർച്ചയുള്ള ഒരു ജാതകം കണ്ടിട്ടില്ലെന്നാ ജ്യോത്സ്യനും പറയുന്നത്. ആരുടെ ജാതകം? സാറ് വിവരമൊന്നും അറിഞ്ഞില്ലല്ലേ? ആഹാ, അപ്പൊ മാലതിയമ്മയൊന്നും പറഞ്ഞില്ലേ? നല്ല കുടുംബമാ. പയ്യനെ പറ്റി നാട്ടിൽ എല്ലാവർക്കും നല്ല മതിപ്പുവാ. പയ്യനും വീട്ടുകാർക്കും കുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. മിസ്റ്റർ വെട്ടുകുഴി, ഞാനിപ്പോ കമ്മീഷൻ റിപ്പോർട്ട് എഴുതി തീർക്കുന്ന തിരക്കില്ല. നമുക്ക് മറ്റൊരു ദിവസം സംസാരിക്കാം. അല്ല, കല്യാണം ഉടനെ നടത്തണമെന്നില്ല. റിപ്പോർട്ട് സമർപ്പിച്ച് സാറിന്റെ റിട്ടയർമെന്റും കഴിഞ്ഞ് പതുക്കെ മതി. പൊതിയനെ സംശയിക്കരുതല്ലോ. പയ്യൻ ഏതാന്ന് പറഞ്ഞില്ലല്ലോ. അറിയും, ഡോക്ടർ ദിനേശൻ. അന്ന് ഡാൻസ് പ്രോഗ്രാം നടന്നപ്പോ പരിചയപ്പെടുത്തിയില്ലേ? നമ്മുടെ മന്ത്രി സദാശിവന്റെ മകനാ. ഒരിക്കൽ നിങ്ങളിവിടെ കയറി വന്നപ്പോ ഞാൻ മാന്യമായി പെരുമാറി തെറ്റായി. You please clear out. സാർ, You please get out from here. ഇനിയും ആര് വരുമെന്ന് കരുതിയാ കാത്തിരിക്കുന്നേ? നമ്മുടെ മോൾക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ച ചെയ്തൂടെ? ഇല്ല മാലതി. ദിനേശിന് എന്താ ഒരു കുറവ്? മന്ത്രി സദാശിവന്റെ മകനല്ലേ? അത് തന്നെയാണ് ഏറ്റവും വലിയ യോഗ്യത. മാലതി ഒരു ജഡ്ജിയുടെ ഭാര്യയാണെന്നുള്ള കാര്യം മറക്കരുത്. ശബരി ഇതുവരെ പോയില്ലേ? ഇല്ല. ശേഖരേട്ടൻ ഈ നിലയിൽ ഇവിടെ കിടക്കുമ്പോ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. സന്തോഷായി. എന്റെ കർമ്മത്തിന് ഫലം ഉണ്ടായല്ലോ. തന്റെ കാര്യ കഷ്ടം. ബന്ധങ്ങളെ മാനിക്കാത്തവർ, അവരെത്ര വലിയ മഹാന്മാരായാലും എനിക്കൊരു മതിപ്പൊന്നുമില്ല. താൻ ആ പെൺകുട്ടിയെ വേദനിപ്പിക്കരുത്. അഴിമതി വീഴ കാത്തുകള്ള അധികാരക്കൊടി തീർന്നില്ലേ? കട്ട് മുടിച്ചില്ലേ? മന്ത്രി കസേര ധരിച്ചില്ലേ? ഇതുപോലൊരു നാവിയ മന്ത്രിയെ കേരള മക്കൾ കണ്ടിട്ടില്ല. ഉപ്പിന് നികുതി, സോപ്പിന് നികുതി, തൊട്ടതിനൊക്കെ നികുതി. തൃപ്തിയായല്ലോ. അച്ഛൻ ഇപ്പൊ ആവശ്യത്തിലധികം കിട്ടിയില്ലേ? ഇനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും? എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും? ഈ മനുഷ്യനാണ് എല്ലാം നശിപ്പിച്ചത്. എന്റെ പേര് കൂടി ദുരുപയോഗപ്പെടുത്തുമെന്ന്
ഞാൻ കരുതിയില്ല. ദിനേശ, അതൊക്കെ നമ്മളൊരു നിങ്ങൾ ഒന്നും പറയണ്ട. എന്തിനു വേണ്ടിയാ നിങ്ങൾ ആ ജഡ്ജിയുടെ അടുത്ത് എന്ന് എനിക്ക് വേണ്ടി കല്യാണം ആലോചിച്ചത്? നിങ്ങളെ ഞാൻ അതിന് ചുമതലപ്പെടുത്തിയിരുന്നോ? അതൊക്കെ അങ്ങനെ വേണ്ടി വന്നു. ചെയ്യാവുന്നിടത്തോളം വൃത്തികേടുകളൊക്കെ ചെയ്തിട്ട് വേണ്ടി വന്നു എന്ന്. നിങ്ങളെ പോലുള്ള രാഷ്ട്രീയക്കാരാ നാട് ഈ നിലയിലാക്കിയത്. ഇപ്പോഴെങ്കിലും ഈ മനുഷ്യന്റെ മുഖത്ത് നോക്കി അച്ഛന് പറയാമോ സർവ്വബന്ധങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു എന്ന്? ദിനേശ, ഞാൻ പറയുന്നു. പ്ലീസ്, നിങ്ങളൊന്ന് പുറത്തു പോകാമോ? എന്റെ അച്ഛൻ ഇനിയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. ഇതുപോലൊരു നാറിയ മന്ത്രിയെ കേരള മക്കൾ കണ്ടിട്ടില്ല. ദേവിയുടെ അച്ഛനോട് വന്നിരുന്നു അല്ലേ? വന്നിരുന്നു. അപ്പൊ അച്ഛനും അമ്മയും അങ്ങോട്ട് പോയില്ല? ഇല്ല. രാജശേഖരനോട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അവനത് മനസ്സിലാവുകയും ചെയ്തു. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ശരി, ദേവി അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിക്കില്ല. അപ്പോ നീ ത്യാഗം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു എങ്ങനെ വേണേ കണക്കാക്കാം. മിണ്ടാൻ വയ്യാത്ത ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കുടുംബത്തിന് ഭഗവതി ഗുണം വരുത്തി വെക്കാനാണ് നിന്റെ പുറപ്പാട്? മിണ്ടാൻ വയ്യാത്തൊരു പെൺകുട്ടി ഹൃദയം പൊട്ടി വിളിച്ചാൽ വിളി കേൾക്കാത്തൊരു ഭഗവതിയാണ് ഇതിനകത്തെങ്കിൽ എങ്കിൽ പറയടാ. ആ ഭഗവതി എനിക്ക് വേണ്ട. പപ്പായി, അദ്ദേഹം പറഞ്ഞ പോലെ എല്ലാം ഭംഗിയായിട്ട് പാക്ക് ചെയ്തോ? ഉവ്. എന്ത് നല്ല സ്വഭാവം, എന്ത് നല്ല ആൾക്കാർ. പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നിട്ട് അവർക്കും കഷ്ടപ്പാട് തന്നെയല്ലേ? എല്ലാവർക്കും എല്ലാം തികച്ച് ഈശ്വരൻ കൊടുക്കില്ലല്ലോ. എങ്കിൽ പിന്നെ ജീവിതത്തിന് എന്താണ് അർത്ഥം? ഒരു കണക്കിന് ജീവിതവും ഒരു സത്രം തന്നെ. വെറും കൈയോടെ വരുന്നു, വെറും കൈയോടെ മടങ്ങിപ്പോകുന്നു. സ്വാമി ശരണം. എന്താ നിന്റെ ഇരിപ്പിന്റെ അർത്ഥം? മോടെ കാര്യത്തിൽ എനിക്കെന്താ വിഷമമില്ലേ? എന്റെ ജീവൻ കൊടുത്താൽ മോടെ ശബ്ദം തിരിച്ചു കിട്ടും. ഞാൻ കൊടുക്കാം. നമുക്ക് ചെയ്യാവുന്ന എല്ലാ ട്രീറ്റ്മെന്റും ചെയ്തില്ലേ? എല്ലാം നമ്മുടെ വിധി. അനുഭവിക്കുക തന്നെ. ഇല്ല, മോളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു വേവനാതിയില്ല. ഇത്രയും കാലം നീതി നിയമമൊക്കെ കൃത്യമായി നടത്തിയല്ലോ. നമ്മളുടെ മോളുടെ കാര്യത്തിൽ എന്തെങ്കിലും നീതി കാണിക്കാൻ നിങ്ങൾക്കായോ? എന്തായാലും നിങ്ങളുടെ അന്തസ്സിനൊരു കോട്ടവും പറ്റിയില്ലല്ലോ. അത് മതി. എന്ത് അന്തസ്? അന്തസ്സും അഭിമാനവും മറന്ന് ഞാൻ ആ കുട്ടിശങ്കരനെ പോയി കണ്ടു. ഭഗവതിക്ക് പോലും നമ്മുടെ മോളെ വേണ്ട. ശബരി ഇനി വരില്ല. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യണ്ട. നമ്മളുടെ മോളുടെ കാര്യത്തിൽ അല്പമെങ്കിലും അലിവുണ്ടായിരുന്നെങ്കിൽ കയ്യിൽ വന്ന ഒരു അവസരം തട്ടിക്കളയുമായിരുന്നു. ആ ദിനേശിന്റെ കാര്യത്തിൽ അല്പം വിട്ടുവീഴ്ച ചെയ്തിരുന്നെങ്കിൽ അവൾക്കൊരു നല്ല ജീവിതം കിട്ടുമായിരുന്നില്ലേ? എല്ലാം തൊലച്ചു. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. മരുന്നും വേണ്ട, മന്ത്രവും വേണ്ട. മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. പോ എന്റെ മുമ്പിൽ നിന്ന്. സാർ, ശബരി സാർ വരുന്നുണ്ട്. കുട്ടിശങ്കരൻ, എന്താ എല്ലാവരും കൂടി ഇത്ര രാവിലെ? രാജ, നീ ഞങ്ങളോട് ക്ഷമിക്കണം. നിന്നോടാവുമ്പോ എനിക്ക് എന്തും പറയാലോ. ഞങ്ങൾ പറഞ്ഞതൊക്കെ നീ മറക്കണം. നമ്മുടെ കുട്ടികളുടെ മനസ്സുകൾ നശിച്ചിട്ട് പിന്നെ എന്തുണ്ടായിട്ടുണ്ട്? ദേവിമോളെ ഞങ്ങൾക്ക് വേണം. ദൈവനിശ്ചയം അങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അല്ല, മോളെവിടെ? മോളെവിടെ പോയി? കാണുന്നില്ലല്ലോ. സാറിന്റെ മുറിയിലും കണ്ടില്ലല്ലോ. മാലതി, ഇതാരൊക്കെ വന്നിരിക്കുന്നു നോക്ക്. മോളെ കണ്ടോ? ഇല്ല, എവിടെ പോയി? ഞാൻ ഇവിടെയൊക്കെ നോക്കി, എങ്ങും കാണുന്നില്ല. പിള്ളച്ചേട്ടാ, ദേവിയെ കാണുന്നില്ല. എന്റെ അയ്യപ്പ.
ദേവി ദേവി